നമസ്കാരം, നിങ്ങൾക്ക് എല്ലാവർക്കും പാർട്ട് ടൈം ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊക്കെ ഒരുപക്ഷെ ലോൺ എടുക്കാൻ വേണ്ടി ഫ്യൂച്ചറിലേക്ക് പ്ലാൻ ചെയ്യുന്നവരായിരിക്കാം. അതല്ല, ഒരുപക്ഷെ നിങ്ങൾ ലോൺ എടുത്തിട്ടുള്ളവരായിരിക്കാം. ഹോം ലോൺ, കാർ ലോൺ, പേഴ്സണൽ ലോൺ, ഏതെങ്കിലും ലോണുകളെ നിങ്ങൾ എടുത്തിട്ടുണ്ടാവും. ഈ ഒരു ലോണുകൾ നമ്മൾ എടുക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ എടുത്തവരാണെങ്കിൽ എങ്ങനെ നമുക്ക് എഫക്റ്റീവ് ആയിട്ട് എത്രയും പെട്ടെന്ന് അടച്ചു തീർക്കാൻ സാധിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ചെറിയ ചെറിയ എമൗണ്ടുകൾ നമ്മൾ ഇടയ്ക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ബാങ്ക് രണ്ട് ഓപ്ഷൻസ് വരുന്നുണ്ട്. ഒന്ന്, നിങ്ങളുടെ ടേൺ ഓവർ കുറയ്ക്കണോ എന്ന് ചോദിക്കുന്നുണ്ട്. EMI അതുപോലെ തന്നെ നിർത്തിയിട്ട് ടേൺ ഓവർ കുറയ്ക്കുന്നതാണോ നിങ്ങൾക്ക് താല്പര്യം, അതല്ലെങ്കിൽ EMI കുറയ്ക്കുന്നതാണോ നല്ലതെന്ന് നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് ഏതാണ് നല്ലത്, എന്തുകൊണ്ടാണ് നല്ലത്, അതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ള എക്സൽ ഷീറ്റിലൂടെ നമ്മൾ ഒരു 25 വർഷത്തെ ലോണ് നമുക്ക് എങ്ങനെ ഒരു 10 വർഷം കൊണ്ട് അടച്ചു തീർക്കാൻ സാധിക്കും, അല്ലെങ്കിൽ 15 വർഷം കൊണ്ട് അടച്ചു തീർക്കാൻ സാധിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതും ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് എങ്ങനെ നമുക്ക് പ്ലാൻ ചെയ്യാൻ സാധിക്കും ലോണുകളെ എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഈ വീഡിയോ വളരെ ഇൻഫോർമേറ്റീവ് ആണ്. വീഡിയോ മുഴുവനായിട്ടും കാണുക. അപ്പൊ നിങ്ങൾ ഒരു 20-25 വർഷത്തേക്ക് ഇത്രയും വലിയൊരു എമൗണ്ട് ലോൺ എടുക്കാൻ പോകുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ലോണിനെ കുറിച്ചും ലോൺ എങ്ങനെ എഫക്റ്റീവ് ആയിട്ട് അടച്ചു തീർക്കാൻ സാധിക്കും എന്ന് നിങ്ങൾക്ക് ഒരു 20-25 മിനിറ്റിന്റെ വീഡിയോ കാണുന്നത് വളരെ അത്യാവശ്യമാണ്. ഓക്കെ, എല്ലാവരും കാണേണ്ട വീഡിയോ ആണ്. ഓക്കെ, ഞാനിവിടെ എക്സൽ ഷീറ്റ് ഞാനിവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ലോൺ എമൗണ്ട് എത്രയാണ്? 20 ലക്ഷം രൂപ. ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്? 8%. ഇപ്പൊ ഹോം ലോൺ ആണ് ഞാൻ എടുക്കുന്നത്. 8% ഇൻട്രസ്റ്റ് റേറ്റിലാണ് എനിക്ക് കിട്ടുന്നത്. ഒരു കാര്യം ഓർത്തിരിക്കുക, നിങ്ങളുടെ ലോൺ എത്രയാണോ അതിവിടെ എൻട്രി ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണോ അതിവിടെ എൻട്രി ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ ടെന്യൂർ എത്രയാണോ അതിവിടെ എൻട്രി ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ള കാൽക്കുലേഷൻസ് എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഒരു എക്സൽ ഷീറ്റ് തരുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു എക്സൽ ഷീറ്റ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നിങ്ങളുടെ ലോണ് ഇതിനകത്ത് എമൗണ്ടുകൾ എൻട്രി ചെയ്ത് കൊടുത്ത് ശരിയായ എഫക്റ്റീവ് ആയിട്ടുള്ള EMI കണ്ടുപിടിക്കാനും ശരിയായ രീതിയിൽ നിങ്ങൾക്ക് ലോണിനെ പ്ലാൻ ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. അപ്പൊ ഞാനിവിടെ 20 ലക്ഷം, 8% ആനുവലൈസ്ഡ് ഇൻട്രസ്റ്റ് റേറ്റ്, ടെന്യൂർ 25 വർഷത്തേക്കാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ടോട്ടൽ ആയിട്ട് ഈ ഒരു 15,436 രൂപ വെച്ച് ഓരോ മാസവും നമ്മൾ 25 വർഷത്തേക്ക് അടച്ചു കഴിഞ്ഞാൽ നമ്മൾ ടോട്ടൽ ആയിട്ട് 20 ലക്ഷം രൂപ ക്യാപിറ്റലും 26,30,897 രൂപ ഇൻട്രസ്റ്റും കൂടെ കൂടി ടോട്ടൽ ആയിട്ട് ബാങ്കിന് എത്ര കൊടുക്കണം? 46,30,897 രൂപ കൊടുക്കണം. ഓക്കെ, അതായത് 20 ലക്ഷം രൂപ ലോൺ എടുത്തു, 25 വർഷം കൊണ്ട് ഇരട്ടി 46,30,000 രൂപ നമ്മള് ബാങ്കിന് കൊടുക്കണം. സിമ്പിൾ ആണ്. അതെങ്ങനെയാണ് കാൽക്കുലേഷൻ വന്നതെന്ന് ഞാൻ ഇവിടെ കാണിച്ചു തരാം. നമ്മുടെ ഈ 15,400 എന്നുള്ള EMI, ആ 15,400 എന്നുള്ള EMI നമ്മൾ ഓരോ മാസം, ഇവിടെ മന്ത് ആണ് കാണിക്കുന്നത്, 1, 2, 3 എന്ന് പറയുന്ന ഓരോ മാസമാണ്. ഓരോ മാസത്തിലും നമ്മൾ EMI അടയ്ക്കുന്നു. ആ 15,400, ആ 15,400 13,000 രൂപ സംതിങ് ഇൻട്രസ്റ്റിലേക്കും 2,000 രൂപ സംതിങ് പ്രിൻസിപ്പലിലേക്കും പോകുന്നു. അപ്പൊ ഇവിടെ നോക്കുക, സ്റ്റാർട്ടിങ്ങില് ഇൻട്രസ്റ്റിലേക്കാണ് കൂടുതലായിട്ട് നമ്മുടെ EMI പോകുന്നത്, പ്രിൻസിപ്പലിലേക്ക് ചെറിയ എമൗണ്ട് മാത്രമേ പോകുന്നുള്ളൂ. ഓക്കെ, ഏതാണേലും താഴോട്ട് വന്നു. അത് നമ്മുടെ 120 മാസമായി. 120ാമത്തെ മാസമായി കഴിഞ്ഞപ്പോ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ 120. അപ്പൊ നമ്മൾ 10 വർഷം നമ്മൾ അതുപോലെ തന്നെ അടച്ചു. അപ്പം 10ാമത്തെ വർഷവും അടയ്ക്കുന്ന സമയത്ത് 10,768 രൂപ ഇൻട്രസ്റ്റിലേക്കും ബാക്കി 4,668 രൂപ പ്രിൻസിപ്പലിലേക്കും പോയി. ഇപ്പൊ ടോട്ടൽ ഏതായാലും 17,400 രൂപ തന്നെ നമ്മൾ EMI അടച്ചു. നമ്മുടെ ഔട്ട്സ്റ്റാൻഡിംഗ് എത്രയായി? 16 ലക്ഷത്തിലേക്ക് വന്നു. ഓക്കെ, 20 ലക്ഷത്തിൽ നിന്ന് കുറഞ്ഞു 16 ലക്ഷത്തിലേക്ക് വന്നു. അങ്ങനെ നമ്മൾ 20ാമത്തെ വർഷത്തിലേക്ക് പോയി. 240ാമത്തെ മാസത്തിൽ, ഓക്കെ, 240ാമത്തെ മാസം ഞാൻ ഓപ്പൺ ആക്കി. ഇവിടെ നമ്മൾ അടച്ച 15,000 രൂപയ്ക്കകത്ത് 5,000 രൂപ നമ്മുടെ ഇൻട്രസ്റ്റിലേക്കും 10,000 രൂപ നമ്മുടെ പ്രിൻസിപ്പലിലേക്കും പോയി. ടോട്ടൽ 15,000 രൂപയാണ് നമ്മൾ EMI അന്നേരം അടയ്ക്കുന്നത്. അപ്പോഴും നമ്മുടെ 7,40,000 രൂപ ബാക്കിയുണ്ട്. അങ്ങനെ അടച്ചടച്ചടച്ച് 300ാമത്തെ മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 25ാമത്തെ വർഷമാണ്. ആ ഒരു സമയമാകുമ്പോൾ നമ്മൾ ഈ ഒരേ 15,400 എന്നുള്ള മന്ത്ലി EMI അടച്ചടച്ചടച്ച് നമ്മുടെ ലോൺ കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്തു. ഇത് നമ്മുടെ നോർമൽ ആയിട്ട് നമ്മൾ ലോൺ എടുക്കുന്നവര് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ തന്നെയാണ് ഏകദേശം കോമൺ ആയിട്ടുള്ള എല്ലാവരും, കൂടുതൽ ആളുകളും ചെയ്യുന്നത്. പക്ഷെ നമ്മൾക്ക് കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ഈ ലോണിനെ അപ്രോച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതാണ് ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പം രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, നമുക്ക് വർഷം കുറച്ച് കൊണ്ടുവരാം, കൂടുതൽ എമൗണ്ടിന് ബാങ്കിന് കൊടുക്കാതിരിക്കാം. രണ്ടാമത്, നമുക്ക് EMI കുറച്ചും നമുക്ക് പ്ലാൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പൊ അതിന്റെ അകത്ത് ഏതാണ് എഫക്റ്റീവ് നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴത്തേനും മനസ്സിലാക്കും. ഇത് നമ്മൾ രണ്ട് രീതിയിലാണ് പൊതുവെ നമ്മൾ ഈ ഒരു ലോൺ ഒന്ന് തീർക്കാൻ വേണ്ടി കൂടുതൽ എക്സ്ട്രാ എമൗണ്ട് ആഡ് ചെയ്യാൻ നോക്കുന്നത്. അപ്പൊ രണ്ട് രീതിയിലാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ആ രണ്ട് രീതിയും നമുക്ക് ഒന്ന് നോക്കാം. ഒന്നാമത്തെ രീതി എന്താണ്? മൂന്നാമത്തെ രീതി
ഞാൻ ഡിസ്കസ് ചെയ്യും വീഡിയോയുടെ ലാസ്റ്റിൽ. ഓക്കെ, അപ്പൊ നമ്മൾ ഒന്നാമത്തെ രീതി എന്താണ്, നമുക്ക് ഒരു വർഷം കഴിയുമ്പോഴത്തേന് നമ്മളൊരു കുറച്ച് കൂടുതൽ എമൗണ്ട് അടയ്ക്കാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ 3 വർഷം കഴിയുമ്പോൾ നമ്മൾ ഒരു 50,000 രൂപ, 5 വർഷം കഴിയുമ്പോൾ 1 ലക്ഷം രൂപ, അങ്ങനെയൊക്കെ അടച്ചടച്ച് നമ്മൾക്ക് എത്രയും പെട്ടെന്ന് ലോൺ ക്ലോസ് ചെയ്യാൻ വേണ്ടി ചിന്തിക്കുന്നവരാണ്. അപ്പൊ ഞാൻ എക്സാമ്പിൾ ആയിട്ട് ഞാനിവിടെ നമുക്ക് ഇവിടെ എത്രാമത്തെ മാസമാണ് എന്ന് എൻട്രി ചെയ്ത് കൊടുത്തു, 12ാമത്തെ മാസം. അതായത് ഒരു വർഷം കഴിയുമ്പോഴത്തേനും എനിക്ക് ഒരു 1 ലക്ഷം രൂപ എനിക്ക് കിട്ടി. അപ്പൊ ആ 1 ലക്ഷം രൂപ ഞാനിവിടെ അടച്ചു തീർക്കാൻ നോക്കിയാണ്. അപ്പൊ ഞാനിവിടെ 1 ലക്ഷം രൂപ ഞാനങ്ങ് 12ാമത്തെ മാസത്തിൽ ലംസമായിട്ട് അങ്ങ് അടയ്ക്കുവാണ്. അപ്പൊ അങ്ങനെ അടയ്ക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് ബാങ്ക് 2 ക്വസ്റ്റ്യൻ ചോദിക്കും. നിങ്ങളുടെ ടേം ആണോ കുറയ്ക്കേണ്ടത്, നിങ്ങളുടെ 25 വർഷം എന്നുള്ളത് കുറച്ചാണ് കൊണ്ടുവരേണ്ടത് നിങ്ങളുടെ EMI ടേം, അതോ നിങ്ങൾക്ക് EMI ആണോ കുറച്ച് കിട്ടേണ്ടതെന്ന് ചോദിക്കും. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ ഇവിടെ നോക്കുക, പ്രിൻസിപ്പൽ എമൗണ്ട് 20 ലക്ഷം രൂപ എടുത്തിട്ട് 1 ലക്ഷം രൂപ 12ാമത്തെ മാസത്തിൽ അടച്ച ഒരാളെ സംബന്ധിച്ച് ഇൻട്രസ്റ്റ് എത്രയാണ് പേ ചെയ്യേണ്ടത്? ബാക്കി 21 ലക്ഷമാണ് അടയ്ക്കേണ്ടത്, 21,37,000 രൂപ. അപ്പം ഇവിടെ 20ഉം 21ഉം കൂടെ കൂടി ടോട്ടൽ ആയിട്ട് അയാൾക്ക് 22 വർഷം കണ്ട് 41 ലക്ഷം രൂപ അടച്ചാൽ മതി. ഓക്കെ, ഇവിടെ എത്രയാണ്? 4,92,000 രൂപ അദ്ദേഹത്തിന് ഒരു ലാഭം, എമൗണ്ട് സേവ് ചെയ്യാൻ സാധിച്ചു ആ ഒരു 1 ലക്ഷം രൂപ കൊണ്ട്. ഓക്കെ, ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അതേ കാര്യം തന്നെ ആ ഒരു 1 ലക്ഷം രൂപ അടയ്ക്കുന്ന സമയത്ത് ബാങ്കുകാർ ചോദിക്കും, നിങ്ങളുടെ EMI കുറച്ചാൽ മതിയോ, 25 വർഷം തന്നെ ലോൺ നിർത്തട്ടെ എന്ന് ചോദിക്കും. അപ്പൊ ആൾക്കാർ ഓർക്കും EMI കുറച്ചാൽ മതി, അപ്പം 15,400 എന്നുള്ളത് പിന്നെ കുറച്ച് കൊടുത്താൽ മതിയല്ലോ മുമ്പോട്ടുള്ള മാസങ്ങളിൽ. അപ്പൊ അത് ആൾക്കാർക്ക് കംഫോർട്ടായിട്ട് തോന്നും. ബാങ്ക് അതിനെയാണ് പുഷ് ചെയ്യത്തുള്ളൂ കൂടുതലായിട്ട്, കാരണം അവർക്ക് കൂടുതൽ നാളത്തേക്ക് പ്രിൻസിപ്പലിന്റെ മേളിൽ ഇൻട്രസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയാണ്. ഓക്കെ, അപ്പൊ അവിടെ വരുന്ന സമയത്ത് നമ്മൾ 20 ലക്ഷം രൂപ ലോൺ എടുത്തു, 25 ലക്ഷം രൂപ തന്നെ നമ്മൾ വീണ്ടും ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. 45 ലക്ഷം രൂപ നമ്മൾ ടോട്ടലായിട്ട് ബാങ്കിന് അടയ്ക്കണം. നമുക്ക് ആകെ പാടെ സേവ് ചെയ്യാൻ പറ്റിയത് 1,24,000 രൂപയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുക, ഇത് തമ്മിലുള്ള ഡിഫറൻസ്. ഇപ്പം ഈ ഒരു 22 വർഷം കൊണ്ട് അടച്ചും തീരുന്നു, 4,92,000 രൂപയാണ് നമ്മുടെ ലാഭിക്കാൻ സാധിക്കുന്നത്. ഇവിടെ വെറും 1,24,000 രൂപ മാത്രമാണ് അടയ്ക്കാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ ഏതാണെങ്കിലും എന്തെങ്കിലും ഒരു എക്സ്ട്രാ എമൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇവിടെ നിന്ന് സേവ് ചെയ്യാൻ സാധിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കി. ഇവിടെ 4 ലക്ഷം ആണെങ്കിൽ 4,92,000 ആണെങ്കിൽ ഇവിടെ 1,24,000. എന്തെങ്കിലും എമൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും സേവ് ചെയ്യാൻ സാധിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു 12ാമത്തെ മാസം അത് നമുക്ക് ഈ റെഡ്യൂസ്ഡ് ടൈമിൽ പോയി നമുക്കൊന്ന് നോക്കാം. റെഡ്യൂസ്ഡ് ടൈമിൽ ആ ഒരു 12ാമത്തെ മാസത്തില് ഞാൻ അവിടെ ജസ്റ്റ് എൻട്രി ചെയ്ത് കൊടുത്തുള്ളൂ. ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഒരു ഷീറ്റിൽ നമുക്ക് ഇവിടെ 12ാമത്തെ മാസം 1 ലക്ഷം രൂപ അടച്ചതായിട്ട് വന്നു. അപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഈ ഒരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ 1ാമത്തെ വർഷത്തിൽ തന്നെ നമ്മുടെ ഈ ഒരു 19,73,000 എന്നുള്ള ആ ഒരു ഔട്ട്സ്റ്റാൻഡിങ്ങിൽ നിന്ന് 18,71,000 ഔട്ട്സ്റ്റാൻഡിലേക്ക് വന്നു. അപ്പൊ അവിടെ തന്നെ 19 ലക്ഷത്തിൽ നിന്ന് 18,71,000 വന്നു. അപ്പൊ അതിനുശേഷം ഈ 18,71,000 മേളിൽ തന്നെയായിരിക്കും ഇൻട്രസ്റ്റ് ഈടാക്കുന്നത്. അപ്പം അവിടെ എന്താണ് വ്യത്യാസം വന്നത്? നമ്മുടെ EMI ചേഞ്ച് ചെയ്തിട്ടില്ല, EMI അതുപോലെ തന്നെ നിർത്തി. EMIക്ക് അത് യാതൊരു മാറ്റമില്ല, 15,400 തന്നെയാണ് പിന്നെയും അടഞ്ഞു പോകുന്നത്. എക്സ്ട്രാ ആയിട്ട് 1 ലക്ഷം രൂപ കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് സാധിക്കുന്നത്? നമുക്ക് ഇത് ലോൺ താഴോട്ട് വരുന്ന സമയത്ത് 240ാമത്തെ മാസം, 240 അല്ല, 222 വർഷം, 261 അല്ലെങ്കിൽ 261ാമത്തെ മാസം കംപ്ലീറ്റ് ആയിട്ട് ലോൺ തീരുവാണ് ഇവിടെ. ഓക്കെ, അപ്പൊ അത്രയും നമുക്ക് സേവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതേ സമയത്ത് നമ്മൾ EMI ആണ് റെഡ്യൂസ് ചെയ്യാൻ നോക്കുന്നതെങ്കിൽ ഈ രണ്ടാമത്തെ ഷീറ്റിൽ ക്ലിക്ക് ചെയ്താൽ മതി. EMI ആണ് റെഡ്യൂസ് ചെയ്യാൻ നോക്കുന്നതെങ്കിൽ ഇവിടെ എന്താണ്? ഇവിടം വരെ 15,436 രൂപയാണ് EMI അടച്ചുകൊണ്ടിരുന്നത്. പെട്ടെന്ന് 1 ലക്ഷം രൂപ കിട്ടു, ഔട്ട്സ്റ്റാൻഡിങ് കുറഞ്ഞു. അതിനുശേഷം ഒരു മാറ്റം സംഭവിച്ചു. 15,436 എന്നുള്ളത് 13ാമത്തെ മാസത്തിൽ വന്നപ്പോൾ 14,653 രൂപയാണ് പിന്നെ കട്ടാവുള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കൊരു എത്രയാണ്? ഏകദേശം 800 രൂപയുടെ കുറവ് വന്നു EMI-യിൽ. 1 ലക്ഷം രൂപ അടച്ചുകൊണ്ട് ഫ്യൂച്ചറിലേക്ക് പിന്നെ 800 രൂപ കുറവ് അടച്ചാൽ മതി. അപ്പൊ അത് ആൾക്കാർക്ക് ഒരു കംഫോർട്ടായിട്ട് തോന്നും. പക്ഷെ അത് ആ ഒരു കംഫോർട്ട് ഒരിക്കലും നമുക്ക് നല്ലതല്ല, ബാങ്കിന് നല്ലതാണ് എന്ന് മനസ്സിലാക്കുക, കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമ്മൾ താഴോട്ട് വരുന്ന സമയത്ത് ആ ഒരു 14,653 തന്നെയായിരിക്കും അടവ് വരുന്നത്. ആ ഒരു അടവ് അങ്ങനെ അടച്ചടച്ചടച്ചടച്ച് കംപ്ലീറ്റ് ആയിട്ട് 300 മാസം കഴിയുമ്പോഴായിരിക്കും ആ ഒരു എമൗണ്ട് 0 ആണ്. ഓക്കെ, ഇപ്പൊ ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് 1 വർഷം കഴിയുമ്പോൾ നമുക്കൊരു വലിയ എമൗണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും
ഒരു എമൗണ്ട് ഉണ്ടെങ്കിൽ അത് ലംസമായിട്ട് നമ്മൾ ബാങ്കിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ട് നമുക്ക് കുറച്ച് എമൗണ്ട് സേവ് ചെയ്യാൻ സാധിക്കും എന്ന് ഒന്നാമത്തെ പോയിന്റ്. അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അതേ എമൗണ്ട് തന്നെ നമുക്ക് ടേം ആണ് നമ്മൾ റെഡ്യൂസ് ചെയ്യാൻ പറയുന്നത്, നമുക്ക് EMI അതുപോലെ തന്നെയാണ് നിർത്താൻ പറയുന്നതെങ്കിൽ നമുക്ക് കൂടുതൽ സേവ് ചെയ്യാൻ സാധിക്കും എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ EMI ആണ് റെഡ്യൂസ് ചെയ്യാൻ നോക്കുന്നെങ്കിൽ നമുക്ക് താൽക്കാലികമായിട്ട് നമുക്കൊരു കംഫോർട്ട് തോന്നുമെങ്കിലും ഫ്യൂച്ചറിൽ നമുക്ക് അധികം സേവ് ചെയ്യാൻ സാധിക്കത്തില്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇത്രയും ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഇതേ കാര്യം തന്നെ നമ്മൾ 12 മാസത്തിൽ ചെയ്തപ്പോൾ 4,92,000 രൂപയും ഇവിടെ 1,24,000 രൂപയുടെ നമുക്ക് സേവ് ചെയ്യാൻ സാധിച്ചു. ഇതേ കാര്യം തന്നെ നമ്മളൊരു 10 വർഷം കഴിഞ്ഞിട്ടാണ് 1 ലക്ഷം രൂപ അടയ്ക്കാൻ നോക്കുന്നതെങ്കിൽ, 120 മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ അടയ്ക്കാൻ നോക്കുന്നതെങ്കിൽ നമുക്ക് 4,92,000 രൂപ സേവ് ചെയ്യാൻ പറ്റില്ല. മറിച്ച് വെറും 2,08,000 രൂപയാണ് നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇവിടെ 71,000 രൂപയാണ് സേവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. കാരണം എന്താണ്? കാരണം നമ്മൾ ആദ്യത്തെ 10 വർഷം നമ്മുടെ ഫുൾ ക്യാപിറ്റൽ, അതായത് വലിയ ക്യാപിറ്റലിന് മുകളിൽ നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത് വന്നു. 10 വർഷം കഴിയുമ്പോഴാണ് നമ്മൾ വീണ്ടും വലിയ എമൗണ്ട് ലംസമായിട്ട് ഏതെങ്കിലും എമൗണ്ട് ആഡ് ചെയ്യുന്നെങ്കിൽ അതിനുശേഷമാണ് നമുക്കൊരു ഇൻട്രസ്റ്റിൽ നമുക്കൊരു സേവ് ചെയ്യാൻ സാധിക്കുന്നു. ഓക്കെ, ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇവിടെ നോക്കുക, ഇപ്പൊ ഞാൻ ആദ്യമേ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു കൂടുതൽ ഇൻട്രസ്റ്റ് എവിടെയാണ് പേയ്മെന്റ് വരുന്നത്? സ്റ്റാർട്ടിങ്ങിലാണ് കൂടുതൽ ഇൻട്രസ്റ്റ് വരുന്നത്, പ്രിൻസിപ്പലിലേക്ക് കുറച്ചാണ് പോകുന്നുള്ളൂ നമ്മുടെ EMI-ക്കകത്ത്. ഇവിടെ നോക്കുക, ഇവിടെ എല്ലാം 13,000 രൂപ വെച്ചാണ് പോകുന്നത്, ഇവിടെ വെറും 2,000 രൂപയാണ് നമ്മുടെ പ്രിൻസിപ്പലിലേക്ക് പോകുന്നത്. അപ്പൊ ബാക്കിയുള്ള പ്രിൻസിപ്പലിന് മുകളിൽ 8% വെച്ച് ഈടായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മളൊരു 10 വർഷം കഴിയുമ്പോഴാണ് അടയ്ക്കുന്നത്. 10 വർഷം കഴിയുമ്പോഴാണ് 1 ലക്ഷം രൂപ അടയ്ക്കുന്നതെങ്കിൽ നമുക്ക് എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ നമുക്ക് നല്ല കാര്യമാണ്, എങ്കിലും നമുക്ക് ആദ്യമേ പെട്ടെന്ന് അടയ്ക്കുന്നതിന്റെ പെട്ടെന്ന് നമ്മൾ ലംസമായിട്ട് ഇടുന്നതിന്റെ ആ ഒരു എഫക്ട് കിട്ടത്തില്ല. കാരണം ഇവിടെ വരുന്ന സമയത്ത് നമ്മുടെ ടോട്ടലായിട്ട് 15,400 രൂപ അടയ്ക്കുന്നുണ്ടെങ്കിൽ 10,000 രൂപ ഇൻട്രസ്റ്റിലേക്കും 5,300 രൂപ പ്രിൻസിപ്പലിലേക്കും പോകാൻ തുടങ്ങി. എങ്കിലും താഴോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഈ ഒരു 16 ലക്ഷത്തിൽ നിന്ന് 15 ലക്ഷത്തിലേക്ക് നമ്മുടെ ഔട്ട്സ്റ്റാൻഡിങ് വന്നു. താഴോട്ട് വരുന്ന സമയത്ത് നമുക്കൊരു ബെനിഫിറ്റ് കിട്ടും. ഓക്കെ, ഇൻട്രസ്റ്റിൽ ബെനിഫിറ്റ് കിട്ടും. ഓക്കെ, ക്ലിയർ ആയി ഞാൻ വിചാരിക്കുന്നു. EMI റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത് സെയിം ആണ്. നമ്മൾ 10 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ ഒരു എമൗണ്ട് ഇടുന്നതെങ്കിൽ, 120ാമത്തെ മാസത്തിലാണ് നമ്മൾ ഇവിടെ ഇടുന്നതെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. ഇവിടെ നമ്മൾ അവിടെ എൻട്രി ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. അപ്പൊ അതൊന്നും നിങ്ങൾക്ക് കൺഫ്യൂസ് ആകേണ്ട കാര്യമില്ല. അപ്പം ഇവിടെ വരുന്ന സമയത്ത് നമ്മുടെ EMI 15,436 നിന്ന് 14,478 വന്നു. EMI കുറഞ്ഞു, പക്ഷെ എന്നാലും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് 300 മാസവും നമ്മൾ അടയ്ക്കേണ്ട വരും EMI. എന്നാലാണ് നമ്മുടെ ലോൺ ക്ലോസ് ആവത്തുള്ളൂ. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത അടുത്ത പോയിന്റ് എന്താണ്? അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് അടച്ചു തീർക്കുന്നതാണ് നല്ലത്. നമുക്ക് കൂടുതൽ സേവ് ചെയ്യാൻ വേണ്ടി ലംസമായിട്ട് എമൗണ്ട് ഉണ്ടെങ്കിൽ സ്റ്റാർട്ടിംഗിൽ തന്നെ ഇടുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ 120 എന്നുള്ള ഞാൻ 240 മാസം കഴിയുമ്പോഴാണ് ഈ 1 ലക്ഷം രൂപ ഇടുന്നതെങ്കിൽ എന്ത് എഫക്റ്റ് ആണ് വരുന്നത് നോക്കുക. ഓക്കെ, വെറും 43,000 രൂപയാണ് നമുക്ക് ടേൺ ഓവർ 24 വർഷത്തിലേക്ക് വരും. നമുക്ക് ടേൺ ഓവർ 1 വർഷമാണ് സേവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. 43,927 രൂപയാണ് നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇവിടെ വരുന്ന സമയത്ത് EMI കുറഞ്ഞു അവിടുന്ന്, എങ്കിലും 21,000 രൂപയാണ് ജസ്റ്റ് സേവ് ചെയ്യാൻ പറ്റുള്ളൂ. അതേ കാര്യം തന്നെ ജസ്റ്റ് ഞാൻ ആദ്യമേ ഡിസ്കസ് ചെയ്തു. ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ജസ്റ്റ് 12 മാസത്തിനുള്ളിലാണ് സേവ് എൻട്രി ചെയ്യുന്നതെങ്കിൽ നമുക്ക് 4,90,000 5 ലക്ഷത്തോളം 3 വർഷവും നമുക്കിവിടെ സേവ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? നമ്മൾ എമൗണ്ട് ഇടയ്ക്ക് ആഡ് ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പൊ 12ാമത്തെ മാസത്തിൽ 1 ലക്ഷം രൂപ ആഡ് ചെയ്തു. അതിനുശേഷം നമ്മളൊരു 5 വർഷം കഴിയുമ്പോൾ 60ാമത്തെ മാസം നമ്മൾ വീണ്ടും 1 ലക്ഷം രൂപ ആഡ് ചെയ്യാൻ താല്പര്യമുണ്ട്. ആഡ് ചെയ്ത് നോക്കുക, ഇവിടെ എല്ലാം എൻട്രി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, 12ാമത്തെ മാസത്തിൽ 1 ലക്ഷം രൂപ ആഡ് ചെയ്തു. 60ാമത്തെ മാസത്തിൽ നമ്മൾ 1 ലക്ഷം രൂപ ആഡ് ചെയ്തു. നമ്മൾ എത്ര സേവ് ചെയ്തു? 7,45,271 രൂപ സേവ് ചെയ്യാൻ സാധിച്ചു. 20 വർഷം കൊണ്ട് നമുക്ക് ലോൺ ക്ലോസ് ചെയ്യാനും സാധിച്ചു. ഓക്കെ, ഇപ്പൊ ഇവിടെ എത്രയാണ്? 2,24,000 രൂപ നമുക്ക് ഇവിടെ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടി. 25 വർഷം തന്നെയാണ് ടേൺ ഓവർ. EMI കുറഞ്ഞിട്ടുണ്ട്. EMI കുറഞ്ഞ് ഞാൻ ഒന്ന് എടുത്ത് കാണിച്ചു തരാം. വീഡിയോ കുറച്ച് ലെങ്ത് ആകുന്നുണ്ട്, ഒട്ടും ബോറടിക്കേണ്ട കാര്യമില്ല. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്, മനസ്സിലാക്കി വെക്കുക. എന്നും നിങ്ങൾക്ക് യൂസ് ചെയ്യും. ഓക്കെ, ഇവിടെ നമ്മള് നോക്കുക, 12ാമത്തെ മാസം 1 ലക്ഷം രൂപ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ആഡ് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞു 15,436 14,653 വന്നു. കുറഞ്ഞു EMI, നമുക്ക് ചെറിയൊരു കംഫോർട്ടായിട്ട് തോന്നി. ബാങ്ക് അതിനു വേണ്ടിയാണ് പുഷ് ചെയ്തുള്ളൂ, അങ്ങനെ ചെയ്യാനാണ് പുഷ് ചെയ്തുള്ളൂ. 14,653 നിന്ന് 13,816 പിന്നെ താഴോട്ട് അടച്ചു. അങ്ങനെ വരുന്ന സമയത്ത് 25 വർഷം കൊണ്ട് നമുക്ക് ലോൺ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. മനസ്സിലാക്കി എടുക്കുക, 2 കാര്യം ശ്രദ്ധിച്ചു നോക്കുക, മനസ്സിലാക്കി എടുക്കുക. പറ്റുമെങ്കിൽ നമുക്ക് എമൗണ്ട് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ലംസമായിട്ട് ആദ്യത്തെ വർഷങ്ങളിൽ തന്നെ അടയ്ക്കാൻ നോക്കുക. രണ്ടാമത്തത് റെഡ്യൂസ് ടേം എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ബാങ്കിൽ പറഞ്ഞു
ഓക്കെ, ഒരിക്കലും റെഡ്യൂസ് EMI കൊടുക്കാതിരിക്കുക. അതാണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ്. ഇനി മറ്റൊരു മെത്തേഡ് ഞാൻ കാണിച്ചു തരാം. നമുക്ക് സാധാരണയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഞാനിത് മായ്ച്ചു കളഞ്ഞു. ഇവിടെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ലംസമായിട്ട് എമൗണ്ട് ഇടുന്നില്ല. വേണമെങ്കിൽ ലംസമായിട്ട് ഇടാം, അതിനൊപ്പം തന്നെ ഇതും അപ്രോച്ച് ചെയ്യാം. ജസ്റ്റ് ഇയർലിയിൽ ചെറിയൊരു കാര്യം ചെയ്തു. അതായത് 12 മാസം കൂടുമ്പം ഓരോ 12 മാസത്തിലും ഒരു EMI എക്സ്ട്രാ ആയിട്ട് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. എത്രയാണ്? 15,436 രൂപ ഞാൻ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ഓരോ വർഷത്തിലും. ഇവിടെ ഞാൻ 15,436 എന്ന് ഞാൻ അടിച്ചു കൊടുത്തു. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എത്രയാണ്? ഇവിടെ നമുക്ക് 20 വർഷം കൊണ്ട് നമുക്ക് ആ ലോൺ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. എന്ത് മനോഹരമായിട്ടാണ്! ജസ്റ്റ് എല്ലാ വർഷവും 15,000 രൂപ കൂടുതൽ അടച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഒരു എക്സ്ട്രാ EMI ചെയ്തപ്പം ഇവിടെ നമുക്ക് 5,81,000 രൂപ സേവ് ചെയ്യാനും 5 വർഷത്തിൽ മുമ്പ് ലോൺ ക്ലോസ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. അതേസമയത്ത് EMI കുറയ്ക്കുവാണെങ്കിലോ ഇവിടെ 25 വർഷം തന്നെ നിന്നു 2,23,000 രൂപ സേവ് ചെയ്യാൻ സാധിച്ചു. എങ്കിലും ഞാൻ എപ്പോഴും പറയുന്നത് ഇവിടെ റെഡ്യൂസ് ടേൺ ഓവർ തന്നെയാണ് നല്ലത്. നമുക്കിവിടെ നോക്കാം എന്താണ് അവിടെ സംഭവിച്ചതെന്ന് നോക്കാം. കംപ്ലീറ്റ് ആയിട്ടുള്ള ഓരോ 12 മാസം കൂടുമ്പോഴും ഇവിടെ 15,436 രൂപ വന്നു. ആ 15,436 രൂപ നേരിട്ട് പ്രിൻസിപ്പളിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഗുണം ചെയ്യും. ഓക്കെ, ഇവിടെ EMI സെയിം ആയിരിക്കും പോകുന്നത്, പക്ഷെ എല്ലാ മാസവും നമുക്ക് ഇത് കണ്ടോ, രണ്ടാമത്തെ വർഷം 15,436, മൂന്നാമത്തെ വർഷം 13,436, 4, 5, 6, 7, 8, 10, 15, 20 അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ 240ാമത്തെ മാസത്തിൽ നമ്മുടെ ലോൺ തീർന്നു. അപ്പൊ ചെറിയൊരു എക്സ്ട്രാ EMIക്ക് 5 വർഷം നമുക്ക് ടേൺ ഓവർ കുറയ്ക്കാൻ സാധിക്കും. ക്ലിയർ ആയി ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അതേസമയത്ത് EMI ആണ് ഇവിടെ കുറയ്ക്കുന്നതെങ്കിൽ നമ്മുടെ EMI കുറഞ്ഞു വരും. EMI നമുക്ക് ഇവിടെ കുറഞ്ഞു വരും. ഇവിടെ നമുക്ക് ഫസ്റ്റ് EMI അടയ്ക്കുന്ന സമയത്ത് 15,400 നിന്ന് 15,300, ഒരു 100 രൂപയുടെ കുറവ് വന്നു. അടുത്ത രണ്ടാമത്തെ വർഷം ആകുമ്പോൾ 15,400 നിന്ന് 15,300 നിന്ന് 11,193, അവിടെ 100-120 രൂപയുടെ കുറവ് വന്നു. അപ്പൊ ഇങ്ങനെ കുറഞ്ഞു EMI കുറഞ്ഞു വരും. താഴോട്ട് വരുന്നതനുസരിച്ച് 12,000, 11,000, പക്ഷെ 25 വർഷം അടയ്ക്കണം. ലാസ്റ്റ് ആകുമ്പോഴത്തേന് EMI എത്ര വരും? 8,946 വരും. ഓക്കെ, എങ്കിലും അവിടെ സേവിങ്സ് അധികം വരുന്നുണ്ടോ? ഇല്ല. സേവിങ്സ് കൂടുതലും വരുന്നത് ഇവിടെ തന്നെയാണ്. 5,81,000 നമ്മുടെ 5 വർഷവും. ഇവിടെ എത്രയാണ്? 25 വർഷങ്ങളാണ് അളവ് വരുന്നത്. നമുക്ക് സേവിങ്സ് 2,23,000 ആണ് വരുന്നത്. അപ്പം എപ്പോഴും നല്ലൊരു മെത്തേഡ് എന്താണ്? റെഡ്യൂസ്ഡ് ടൈമും അതുപോലെ തന്നെ നമുക്ക് പറ്റുമെങ്കിൽ ഇയർലിയിൽ ഒരു എക്സ്ട്രാ EMI അല്ലെങ്കിൽ പറ്റുമെങ്കിൽ ലംസമായിട്ട് എമൗണ്ട് ഇടുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആദ്യത്തെ ലോൺ എടുത്തിട്ട് ആദ്യത്തെ കാലഘട്ടങ്ങളിൽ തന്നെ ഇടുവാണെങ്കിൽ അത്രയും ബെനിഫിഷ്യൽ ആയിരിക്കും, അത്രയും എഫക്റ്റീവ് ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. ഈ ഒരു ഷീറ്റ് നിങ്ങൾക്ക് എവിടെയാണ് ലഭിക്കുന്നത്? ഞാൻ വാട്സ്ആപ്പ് നമ്പർ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും സ്ക്രീനിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. ഈ ലോൺ സേവർ കാൽക്കുലേറ്റർ ഈ എക്സൽ ഷീറ്റിന് വേണ്ടി അത് അയച്ചു തരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇത് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. വളരെ തികച്ചും സൗജന്യമായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് സ്റ്റെപ്പ് അപ്പ് EMI കാൽക്കുലേറ്റർ. ഇപ്പൊ ഇവിടെ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇതേ 20 ലക്ഷം രൂപ തന്നെ നമ്മൾ എൻട്രി ചെയ്ത് കൊടുത്തു. നമ്മളിവിടെ എന്താണ് ചെയ്യുന്നത്? ആനുവൽ ഇൻട്രസ്റ്റും 8%, ടേൺ ഓവർ ആനുവൽ സ്റ്റെപ്പ് അപ്പ് 10% നമ്മൾ കൂട്ടി EMI അടയ്ക്കും എല്ലാ വർഷവും. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് 10 വർഷം കൊണ്ട് അടച്ചു തീർക്കണമെങ്കിൽ നമുക്ക് എത്ര EMI സ്റ്റാർട്ട് ചെയ്യണം? ഓക്കെ, അത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇവിടെ ഫസ്റ്റ് ഇയറിൽ നമ്മൾ 16,203 രൂപയാണ് നമ്മൾ അടയ്ക്കുന്നതെങ്കിൽ നമുക്ക് ആദ്യത്തെ ഒരു വർഷം കഴിയുമ്പോൾ 13ാമത്തെ മാസം ആകുന്ന സമയത്ത് നമുക്ക് 16,203 നിന്ന് 17,824 രൂപ EMI അടയ്ക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ അടയ്ക്കുന്ന സമയത്ത് നമ്മുടെ ക്യാപിറ്റലിലേക്ക് കൂടുതൽ പോകാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ലോൺ അടഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടാമത്തെ വർഷം 3ാമത്തെ വർഷം ചെല്ലുമ്പോഴത്തേനും 36ാമത്തെ മാസം. ഓക്കെ, ഇത് 3ാമത്തെ വർഷം സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇവിടെ എത്രയാണ് നമ്മുടെ അടവ് വരുന്നത്? 19,600 വരും. ഇങ്ങനെ വന്ന് നമ്മള് 5ാമത്തെ വർഷം വരുന്ന സമയത്ത് 5ാമത്തെ വർഷത്തിൽ വരുന്ന EMI എത്രയാണ്? 23,700 രൂപയാണ് നമ്മുടെ EMI വരുന്നത്.
അത് നേരിട്ട് 10 വർഷം അടയ്ക്കുമ്പോഴത്തേനും നമ്മുടെ 38,000 ആണ് ലാസ്റ്റ് വരുന്ന EMI എങ്കിലും നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് 15 വർഷം സേവ് ചെയ്യാനും സാധിച്ചു. നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ലോൺ ക്ലോസ് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ എത്രയാണ് സേവ് ചെയ്യുന്ന എമൗണ്ട്? നമുക്ക് ടോട്ടൽ ആയിട്ട് 20 ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത് വെറും 10 ലക്ഷം രൂപ മാത്രം മതി. ഏകദേശം 30,98,000 രൂപ, അതായത് 31 ലക്ഷം രൂപയാണ് നമുക്ക് അടവ് വരുന്നുള്ളൂ. മറ്റേ ഇതേ പറഞ്ഞ കാര്യം നമ്മള് എക്സ്ട്രാ EMI ഒന്നും അടയ്ക്കാത്ത സമയത്ത് നമുക്ക് 46 ലക്ഷം രൂപ നമ്മൾ കൊടുക്കണമായിരുന്നു. അതേ കാര്യം തന്നെ 10% EMI ടോപ്പ് അപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടോട്ടലായിട്ട് അടവ് എത്രയാണ് വരുന്നത്? 30 ലക്ഷമാണ് വരുന്നത്, 31 ലക്ഷം. അതുമല്ല നമ്മൾ 15 വർഷം സേവ് ചെയ്യാൻ സാധിച്ചു. എന്ത് മനോഹരമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ സാലറി ആനുവലി കൂടുന്നവരായിരിക്കാം, ഏതായാലും 10% കൂടുമെന്ന് അറിയത്തില്ല. 5% കൂടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് 10% പറ്റുമെങ്കിൽ 10% അടയ്ക്കുക, അല്ലെങ്കിൽ 5% 5% അടയ്ക്കാൻ നോക്കുക. അപ്പൊ അങ്ങനെ ആനുവലി സ്റ്റെപ്പ് അപ്പ് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് വലിയ ലോണുകൾ വരെ ഒരു ചെറിയ ടേൺ ഓവറിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതിനെ പിടിച്ചു നിർത്താൻ സാധിക്കും. ഇൻട്രസ്റ്റ് ബാങ്കിലേക്ക് അധികം കൊടുക്കാതെ തന്നെ നമുക്ക് പിടിച്ചു നിർത്താൻ സാധിക്കും. നമുക്ക് വലിയൊരു എമൗണ്ടിലേക്ക് പോകാതെ തന്നെ. ഓക്കെ, ഇപ്പൊ ഇവിടെ നമുക്ക് ഈ 10 വർഷം എന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ 13 വർഷത്തിൽ തീർക്കണമെങ്കിൽ 13 വർഷം കൊണ്ട് തീർക്കാം. ഓക്കെ, ഇപ്പൊ 13 വർഷത്തിൽ തീർക്കണമെങ്കിൽ ജസ്റ്റ് 12,000 EMI സ്റ്റാർട്ട് ചെയ്താൽ മതി 13 വർഷത്തിൽ തീർക്കണമെങ്കിൽ. അവിടെ 25 വർഷത്തിൽ തീർക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ 25 വർഷത്തിൽ തീർക്കാൻ വേണ്ടി 15,400 രൂപ EMI സ്റ്റാർട്ട് ചെയ്തതാണ് EMI. മറിച്ച് 25 വർഷം തീർക്കുന്നതിന് വേണ്ടി 15,000 രൂപ. മറിച്ച് നമ്മളിവിടെ 13 വർഷം കൊണ്ട് തീർക്കാൻ വേണ്ടി 12,000 രൂപ EMI സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് വെറും 13 വർഷം കൊണ്ട് തീർക്കാൻ സാധിച്ചു. ടോട്ടൽ 35 ലക്ഷം രൂപ അടവ് വരുന്നുള്ളൂ, 46 ലക്ഷം രൂപ അടവ് വരുന്നില്ല. ക്ലിയർ ആയി ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഇത്രയും മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാനിവിടെ 10% ആനുവൽ സ്റ്റെപ്പ് അപ്പ് EMI കാൽക്കുലേറ്റർ ഇടാൻ കാരണം എന്താണ്? 10% എങ്കിലും മിനിമം ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ അടിപൊളിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം. നിങ്ങൾക്ക് ഇവിടെ 10% എന്നുള്ളത് കൂട്ടി ഞാനിവിടെ ജസ്റ്റ് 20% കൊടുത്തു നോക്കാം. ഞാനിവിടെ 20% കൊടുത്തു നോക്കാം. 20% കൊടുത്തു. ഞാനിവിടെ 7 വർഷം കൊണ്ട് ഞാൻ ആ ഒരു ലോണിനെ ക്ലോസ് ചെയ്യാൻ നോക്കാം. ഇപ്പൊ ഇവിടെ എത്രയാണ് EMI അടവ് വരുന്നത്? 17,890 രൂപ. അവിടെ 15,400 ആണ്. ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ 17,890 വന്നു. ജസ്റ്റ് 7 വർഷം കൊണ്ടാണ് അടവ് തീരുന്നത്. 20 ലക്ഷം രൂപ എടുത്തിട്ട് 7 ലക്ഷം രൂപ മാത്രമാണ് ബാങ്കിന് ലോണ് ഇൻട്രസ്റ്റ് കൊടുക്കുള്ളൂ. 27 ലക്ഷം രൂപയിൽ കാര്യം തീർന്നു. 46 ലക്ഷം രൂപയിലൊന്നും പോയില്ല. നോക്കുക, എന്ത് മനോഹരമായിട്ടുള്ള കാര്യമാണ്. ലാസ്റ്റ് വരുന്ന EMI എത്രയാണ്? 53,000 രൂപ വരും. അപ്പൊ നിങ്ങൾക്ക് കേപ്പബിൾ ആണ്, നിങ്ങൾക്ക് പൊട്ടൻഷ്യൽ ഉണ്ട്. നിങ്ങളുടെ സാലറി ഒരു മിനിമം 10, 15, 20% വെച്ച് കൂടുന്നവരാണെങ്കിൽ അത് നേരിട്ട് ലോണിലേക്കാണ് അടയ്ക്കുന്നതെങ്കിൽ ഏറ്റവും നല്ല കാര്യമാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അനുയോജ്യമായിട്ട് അപ്രോച്ച് ചെയ്യാം. ഞാനിവിടെ 20% ഇല്ലെങ്കിലും എല്ലാവരും 10% എങ്കിലും ചെയ്യുവാണെങ്കിൽ ഇതാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്. 10% വെച്ച് ചെയ്യുവാണെങ്കിൽ ഇതാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്. നിങ്ങൾക്ക് 7 എന്നുള്ളത് 25 വർഷത്തെ ലോണ് ഒരു 10 വർഷം കൊണ്ട് തീർത്തു കഴിഞ്ഞാൽ വളരെ നല്ല കാര്യം, വളരെ നല്ല കാര്യം. 10 വർഷം കൊണ്ട് തീർത്തു കഴിഞ്ഞാൽ വളരെ നല്ല കാര്യം. കംഫോർട്ട് ആയിട്ടുള്ള EMI. പതുക്കെ EMI കൂടി പോകുന്നു. 17,000, 18,000, 20,000, 23,000 രൂപ. ഓക്കെ, നോ പ്രോബ്ലം. അതെന്താന്ന് ചോദിച്ചാൽ നമ്മുടെ സാലറിയും ഇൻഫ്ലേഷനും എല്ലാം കൂടും. അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ ഒന്ന് സമറൈസ് ചെയ്ത് പറഞ്ഞുതരാം. നമ്മൾ ഒരു ലോൺ എടുക്കുന്ന സമയത്ത് അതിന്റെ EMI എത്രയാണെങ്കിലും, ഇവിടെ 15,426 എത്രയാണെങ്കിലും അത് മാത്രം അടച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു എമൗണ്ടും അത്രയും നാള് 25 വർഷമാണെങ്കിൽ 25 വർഷം അടയ്ക്കേണ്ടി വരും. ഓക്കെ, ഇനി എന്തെങ്കിലും എമൗണ്ട് നമ്മൾ ഇടയ്ക്ക് ലംസമായിട്ട് ഇടുവാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കുറച്ച് സേവ് ചെയ്യാൻ സാധിക്കും. അപ്പൊ അവിടെ എന്തെങ്കിലും എമൗണ്ട് ഇടയ്ക്ക് ഇടുവാണെങ്കിൽ ഒന്നാമത്തെ കാര്യം എന്താണ് ചെയ്യേണ്ടത്? 2 കാര്യമാണ് ചെയ്യേണ്ടത്. ഒന്നാമത്തെ കാര്യം, നമ്മൾ എത്രയും പെട്ടെന്ന് ലംസമായിട്ട് ഇടാൻ നോക്കുക. അതായത് ഫസ്റ്റ് വർഷം അല്ലെങ്കിൽ 2ാമത്തെ വർഷം അല്ലെങ്കിൽ 3ാമത്തെ വർഷം 5ാമത്തെ വർഷം ഒക്കെ ഇടാൻ നോക്കുക. 20-25 വർഷമുള്ള ലോൺ ആണെങ്കിൽ. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത്, ആ ഇടുന്ന സമയത്ത് നമ്മൾ EMI കുറയ്ക്കാതിരിക്കുക, ടേൺ ഓവർ കുറയ്ക്കുക. ക്ലിയർ ആയി ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ട് ചിന്തിക്കാൻ പറ്റുമെങ്കിൽ, അഡ്വാൻസ് ആയിട്ട് ചിന്തിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സിമ്പിൾ ആയിട്ട് പോയി 10% EMI സ്റ്റെപ്പ് അപ്പില് പോവുക. സിമ്പിൾ ആയിട്ട് ആദ്യത്തെ EMIയിൽ നിന്ന് ഓരോ 12 മാസം കഴിയുമ്പോഴത്തേന് 10% കൂട്ടി EMIയിൽ അടയ്ക്കുക. ഒരിക്കലും EMI
കുറയ്ക്കാതിരിക്കുക. അതായത് ഈ 10% കൂട്ടി അടയ്ക്കുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് 10 ഓവർ കുറഞ്ഞ് പോയിക്കോളും. നമുക്ക് ചെറിയ ഇൻട്രസ്റ്റ് കൊടുത്ത് കംപ്ലീറ്റ് ആയിട്ടുള്ള ലോൺ 25 വർഷത്തെ ലോൺ 10 വർഷത്തിനുള്ളിൽ ക്ലോസ് ചെയ്യാൻ സാധിക്കുന്നു. ഈ വീഡിയോ വാല്യുബിൾ ആയി ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവരും കൂടെ ഷെയർ ചെയ്യുക. നിങ്ങൾ ചെയ്യേണ്ട ഇത്രയും മാത്രം. വാട്സപ്പിൽ വന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഈ ഒരു എക്സൽ ഷീറ്റ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. അപ്പൊ ജസ്റ്റ് ഇത്രയും കാര്യം ചെയ്യുള്ളൂ. നിങ്ങളുടെ ലോൺ എത്രയാണോ, നിങ്ങളുടെ ലോൺ ഒരുപക്ഷെ 50 ലക്ഷം ആണെങ്കിൽ ജസ്റ്റ് ഇവിടെ 50 ലക്ഷം എന്ന് അടിച്ചു കൊടുക്കുക. 32,591 രൂപ വെച്ചാണ് നമ്മുടെ അടവ് വരുന്നത്. ഇവിടെ നിങ്ങൾ ഇയർലിയിൽ ഒരു 38,598 എന്ന ഒരു എക്സ്ട്രാ EMI ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമുക്ക് 25 വർഷം കൊണ്ട് നമുക്ക് 14 ലക്ഷം രൂപ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. നോർമലായിട്ട് 50 ലക്ഷം എടുത്തു കഴിഞ്ഞാൽ 65 ലക്ഷം രൂപ ഇൻട്രസ്റ്റും കൂടെ കൂടി 1,15 ലക്ഷം കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ നേരിട്ട് 1,01 ലക്ഷം കൊടുത്താൽ മതി. 14 ലക്ഷം രൂപയുടെ നമുക്ക് സേവിങ്സ് ഉണ്ട്. ഇവിടെയാണെങ്കിൽ നമുക്ക് 5,59,000 രൂപ സേവിങ്സ് വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു മെത്തേഡാണ് നല്ലത്. 5 വർഷം നമുക്ക് കുറയ്ക്കാൻ സാധിച്ചു. ഇതേ കാര്യം തന്നെ നമുക്ക് സ്റ്റെപ്പ് അപ്പ് EMI കാൽക്കുലേറ്ററിൽ പോയി നമ്മുടെ 50 ലക്ഷമാണ് നമ്മുടെ ലോണെങ്കിൽ 50 ലക്ഷം കൊടുത്തു. ഇൻട്രസ്റ്റ് റേറ്റ് 8% തന്നെയാണ്. നിങ്ങൾക്ക് കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം. 10 ഓവർ 10 വർഷം കൊണ്ടാണ് അടയ്ക്കേണ്ടത്. 10% ആനുവൽ സ്റ്റെപ്പ് അപ്പ് ആണ് ചെയ്യുന്നെങ്കിൽ ഇവിടെ 40,509 സ്റ്റാർട്ട് ചെയ്യുക EMI. ഓരോ വർഷം കഴിയുമ്പോഴത്തേനും 10% കൂട്ടുക. 40 ആണെങ്കിൽ 44 അടുത്ത വർഷം. പിന്നത്തെ വർഷം ആകുമ്പോഴത്തേനും 49, പിന്നത്തെ വർഷം ആകുമ്പോൾ 53, 65, 71, 80, 95. 10 വർഷം കണ്ട് EMI ക്ലോസ്, ലോൺ ക്ലോസ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവർ ഷെയർ ചെയ്യുക. വീഡിയോയുടെ താഴെ കമന്റ് രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഈ വീഡിയോ വാല്യുബിൾ ആയി എങ്കിൽ. ഓക്കെ, താങ്ക് യു.